നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വീനാസ് കറിവേൾഡ് തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നുള്ള റെസിപ്പി ആയിട്ടാണ്, അതായത് ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ KFC ചിക്കൻ്റെ റെസിപ്പിയാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇത് KFC ചിക്കൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും ഇങ്ങനെയല്ല KFC ചിക്കൻ ഉണ്ടാക്കാന്ന്, അല്ലേ? കാരണം അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാനതുപോലെ ചെയ്തിട്ട് നിങ്ങൾ പിന്നെ അതിനെ പറയുമ്പോൾ പിന്നെ അതൊരു വിഷമം ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ചിക്കനാണ്, ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ നമുക്കതിന് KFC ചിക്കന് പകരമായിട്ട് എന്ത് പേര് കൊടുക്കാം? വീനാസ് കറിവേൾഡ് സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ്റെ പേര് കൊടുക്കാം. അപ്പൊ ചുരുക്കത്തിൽ VFC നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്. കാരണം 2 ദിവസം കഴിഞ്ഞാൽ അഭിപ്രായം അറിയാൻ പറ്റുള്ളൂ. മോസ്റ്റ്ലി നിങ്ങൾ ഉണ്ടാക്കി നോക്കണ്ടേ? അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വീനാസ് കറിവേൾഡ് സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവ കഴിക്കില്ല, ചേട്ടൻ കഴിച്ചു, ചേട്ടൻ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ KFC സ്റ്റൈൽ ചിക്കൻ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കിലോ ചിക്കൻ നന്നായി വാഷ് ചെയ്യാം. സ്കിൻ റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ രീതിയിൽ പലരും സ്കിൻ വെച്ചിട്ടുള്ള ചിക്കനാണ് ഫ്രൈ ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കെന്തോ ഞാനൊരു പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് ഒട്ടും തന്നെ മനസ്സിൽ പിടിച്ചില്ല, ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ സ്കിൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിന്നോട് കൂടി തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ചിക്കൻ ഒരു 14 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പറയുമ്പോൾ ബിരിയാണി കട്ടിംഗ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ട് മുറിച്ചിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിന് വരയില്ലേ, അതായത് 2-3 വരയായിട്ട് ഓരോ പീസിനും വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാനങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോഴേ നന്നായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും വലിയ പീസായിട്ട് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മീഡിയം പീസസ് ആയിട്ട് മുറിക്കുകയാണ് നല്ലത്. അപ്പോൾ ഒരു 14 പീസായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇനി നമ്മൾ ചിക്കൻ വാഷ് ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി നമ്മുടെ ചിക്കൻ നഗറ്റ്സിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം സെയിം പ്രൊസീജിയർ തന്നെയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നന്നായി ഞാൻ വിനീഗറും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ആണിത്. ഇതിന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അത് ചിക്കൻ്റെ പീസസ് ആദ്യം മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് ഒരു വലിയ ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ മോര് ഒഴിച്ചു കൊടുക്കാം. മോരെന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അടിച്ചു വെച്ചിരിക്കുന്ന തൈരാണ് കേട്ടോ ഇത്. നമ്മുടെ ചിക്കൻ മുങ്ങി കിടക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അളവൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. ഇപ്പോൾ 2 ഗ്ലാസ് തൈര് അടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല ക്ലീൻ ആയ പാത്രമായിരിക്കണം. കാരണം ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചിക്കൻ പീസസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ആദ്യം തന്നെ ഒരുപാട് ഉപ്പൊന്നും ഇടാൻ പാടില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓണിയൻ പൗഡറും അതുപോലെ തന്നെ ഗാർലിക് പൗഡർ, അതായത് വെളുത്തുള്ളി പൗഡറും ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി. അതേസമയം ഉണ്ടെങ്കിൽ ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ചേർക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്, ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും കുറച്ച് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഫ്രഷ് ഫുഡിൻ്റെ ഓണിയൻ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നാട്ടിൽ പോയിട്ട് ഇതുവരെ അത് അന്വേഷിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. മിക്കവാറും കിട്ടാൻ വഴിയുണ്ട് ഇന്നത്തെ കാലത്ത്. ഒരുപാടും വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കുറവ് മതി. ഇനി ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കുറവ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് വേറൊരു കോട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അതിലും കുറച്ചും കൂടെ നമുക്ക് ഓണിയൻ പൗഡർ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഗാർലിക് പൗഡർ, അതായത് വെളുത്തുള്ളി ഉണക്കി പൊടിച്ചത്, അത് ഇതേപോലെ തന്നെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഒരു തരം മുളക് പൊടിയാണത്. അതേസമയം നിങ്ങളുടെ അടുത്ത് പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും ഒരു 1/2 ടീസ്പൂൺ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ മലയാളികൾക്ക് കുറച്ച് എരിവില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചെറിയ പുളിയുള്ള തൈരാണേ, ഒരുപാട് പുളി വേണ്ട. അതേസമയം പുളി ഒട്ടും ഇല്ലെങ്കിലും ശരിയാവില്ല. ചെറിയൊരു പുളിയുള്ള തൈരിലോട്ടാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തൈര് എന്ന് പറഞ്ഞാൽ തൈര് അടിച്ചിട്ടുള്ള, ഒട്ടും തന്നെ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അതായത് ആ ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ചെറിയൊരു ഉപ്പും ചെറിയൊരു എരിവും വേണം. അപ്പോഴാണ് ആ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് അങ്ങ് പിടിക്കുകയുള്ളൂ. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് പെർഫെക്റ്റ് ആണ്. ഇതിലോട്ട് നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്ത ചിക്കൻ്റെ പീസസിലേക്ക് ഇങ്ങ് ഇട്ട് കൊടുക്കാം.
ഇതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഇതിൽ സോക്ക് ചെയ്ത് വെക്കണം. അതേസമയം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഇതെല്ലാം സോക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഓവർനൈറ്റ് ഇതുപോലെ തൈരിൽ സോക്ക് ചെയ്തിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി ഇതിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ സമയമില്ലെങ്കിൽ മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ്. എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. നമ്മുടെ ചിക്കൻ 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നഗറ്റ്സിൽ കാണിച്ച പോലെ തന്നെ ഇതിൽ നിന്ന് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞ് ഓരോ പീസും പിഴിഞ്ഞെടുത്തിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് മോരും നമ്മൾ പിഴിഞ്ഞ് കളയണം. ഒരു ഇത് അരിപ്പയിലിടുമ്പോൾ അഥവാ എക്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ കൂടെ താഴോട്ട് പൊക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മണിക്കൂർ സമയം കൊണ്ട് ഇതിൻ്റെ നമ്മൾ ചേർത്തിരിക്കുന്ന ഓണിയൻ പൗഡറിൻ്റെയും അതുപോലെ ഗാർലിക് പൗഡറിൻ്റെയും അതുപോലെ തന്നെ ഉപ്പും ചെറിയ എരിവും ഒക്കെ ഇതിലോട്ടങ്ങ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഈ തൈരും ചിക്കനും വിരുദ്ധാഹാരം അല്ലേ എന്നുള്ള കാര്യം. അത് ആയുർവേദ പ്രകാരം ശരിയാണ്. പക്ഷേ നമുക്ക് ഇതേപോലത്തെ റെസിപ്പീസ് ചെയ്യുമ്പോൾ ഈ മീറ്റ് നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മാത്രമാണ് നമുക്ക് മീറ്റ് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അത് പ്രത്യേകിച്ചും ഈ ഫ്രൈ ചെയ്തെടുക്കേണ്ട ചിക്കനൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഫോളോ ചെയ്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ അത്ര ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്യണ്ട. അപ്പം എല്ലാം ഞാൻ മൊത്തത്തിൽ അങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മോര് നമ്മൾ യൂസ് ചെയ്ത് അങ്ങ് കളയും. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എക്സ്ട്രാ ക്രിസ്പിനെസ്സിന് വേണ്ടി അരിപ്പൊടി, അതായത് നമ്മൾ പത്തിരിപ്പൊടിയില്ലേ നൈസായിട്ടുള്ള അരിപ്പൊടി, അതല്ലെങ്കിൽ പുട്ടുപൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. ഒരു എക്സ്ട്രാ ക്രിസ്പിനെസ് വരും നമ്മുടെ ചിക്കൻ വറക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് പെപ്പർ പൗഡർ. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി തീർത്തും ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു അല്പം എരിവിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അത് പാപ്രിക്ക പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചെറുതായിട്ട് അങ്ങ് ഉപ്പ് മതി. അവസാനം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം, അതായത് ഈ ഫ്ലോറിൻ്റെ. പിന്നെ നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ഓണിയൻ പൗഡറും ആണ്. അത് ഇതേപോലെ തന്നെ ഒരു വളരെ കുറച്ച് മാത്രം, പേരിന് മാത്രം 2 നുള്ളു വീതം ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ഓണിയൻ പൗഡറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതില്ലെങ്കിൽ. പക്ഷേ അതിനേക്കാളൊക്കെ എപ്പോഴും ഇതാണ് നല്ലത്. ഇത് മിക്കവാറും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വാങ്ങിക്കാൻ ശ്രമിച്ച് നോക്കൂ. അതല്ലെങ്കിൽ ഞാനൊരു ദിവസം ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, അതായത് ഉപ്പും എരിവൊക്കെ ഉണ്ടോ നോക്കട്ടെ. ലൈറ്റായിട്ട് ഉപ്പുണ്ട്, എരിവുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് വേറൊരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. കുറച്ച് ലൂസാക്കണം, അതിന് വേണ്ടിയിട്ടാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. പാലിൻ്റെ അളവ് ഞാൻ ഒഴിച്ചതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. അത് മതി. ഒരു 4 ടേബിൾ സ്പൂൺ പാലോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാച്ചി വെച്ച പാലാണെങ്കിലും കുഴപ്പമില്ല. ചൂടുണ്ടാവാൻ പാടില്ല എന്ന് മാത്രം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് മുക്കിയിട്ട് വീണ്ടും റോൾ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടിയില്ലേ, അതിലോട്ട് ഓരോ ചിക്കൻ്റെ പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. അതിനുശേഷം ഈ മുട്ടയുടെ കൂട്ടിലോട്ടൊന്ന് മുക്കുക. അതിനുശേഷം വീണ്ടും അത് ഇതിലോട്ട് റോൾ ചെയ്തിട്ട് അങ്ങ് എടുത്ത് മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ചിക്കൻ നഗറ്റ്സ് ആണെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആണ്, നമുക്ക് ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഈ KFC ചിക്കൻ പോലുള്ള ചിക്കൻ ചെയ്യുമ്പോൾ, അതായത് വലിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി കഴിയും. ഓക്കെ, അപ്പോൾ ഒരു ചിക്കൻ്റെ പീസ് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ വരഞ്ഞിരിക്കുന്ന പീസാണിത്. ഇതിലൊട്ടും തന്നെ വെള്ളമില്ല, അതായത് മോരൊന്നുമില്ല, നന്നായി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കൂട്ടിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഒരു എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ ജസ്റ്റ് ഇതേപോലെ തന്നെ ഒന്ന് തട്ടിയതിന് ശേഷം നമ്മുടെ ഈ മുട്ടയുടെ കൂട്ടിലോട്ട് ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്യുക. ഓക്കെ, മൈദ ഒന്നും പോകുന്നില്ല, അത് പേടിക്കണ്ട. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലത്തെ എക്സസ് ആയിട്ടുള്ള മുട്ട ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ മൈദയിലോട്ട് ഈ ചിക്കൻ്റെ പീസസ് വീണ്ടും ഒന്ന് റോൾ ചെയ്യുക. അപ്പോൾ ഡബിളായിട്ട് ചെയ്യണം, അപ്പോഴാണ് നമ്മൾ ആ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ നമ്മുടെ ചിക്കൻ്റെ പീസസ്. ഓക്കെ, എല്ലാ ഭാഗത്തും ഈ പൊടികൾ കോട്ടായി ഉറപ്പ് വരുത്തിയതിന് ശേഷം എക്സസ് ആയിട്ടുള്ള പൊടി ഇതേപോലെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ പീസും
സെയിം പ്രൊസീജിയർ ചെയ്യണം. എല്ലാ പീസും ചെയ്യാനുള്ള പൊടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അഥവാ കുറച്ച് പൊടി കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് പൊടി ഇതേപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വീണ്ടും നമ്മൾ ഒരു ചിക്കൻ്റെ പീസ് ഇതേപോലെ എടുത്തു, മുട്ടയുടെ ഇതിലോട്ട് അങ്ങ് മുക്കി. ഇപ്പം മുട്ട അലർജി ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മൈദയും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ആ കൂട്ടിലോട്ട് ഇത് മുക്കിയാൽ മതി കേട്ടോ, മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ രണ്ടാമത് ഇതിലോട്ടങ്ങ് വീണ്ടും മുക്കി അങ്ങ് കോട്ട് ചെയ്ത് അങ്ങ് മാറ്റി വയ്ക്കാം. ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒരു ഹാഫായിട്ട് കുക്ക് ചെയ്തതിന് ശേഷമാണ് ചെയ്യാറുള്ളത്. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് ചെയ്തപ്പോഴാണ് ഒരു 99% ആ ഒരു നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതേപോലെ മൊത്തത്തിൽ നമുക്കങ്ങ് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ അവസാനത്തെ പീസ് ഞാൻ ഇതിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്, വെച്ച് കൊടുക്കുക. ഇനി കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പൊടി. അപ്പോൾ നിങ്ങൾക്ക് അഥവാ പൊടി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ കുറച്ചും കൂടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് 1/2 കിലോ ചിക്കൻ വെച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ മതി. എപ്പോഴും ഒരു പുതിയ റെസിപ്പി ചെയ്യുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ആദ്യം തന്നെ ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതെല്ലാം കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഇത് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. കിച്ചൺ ടിഷ്യോ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിനറും എടുത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കുഴിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 3 മുതൽ 4 പീസ് വരെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ട് ഇടാൻ പാടില്ല. അപ്പോൾ എണ്ണ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം. ഓരോ പീസ് മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് ഈ എണ്ണ മീഡിയം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് വറക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസറിലെടുത്ത് വെച്ചാൽ മതി. ഫ്രീസറിലെടുത്ത് വെച്ചതിന് ശേഷം ആവശ്യമുള്ള സമയത്ത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് 1 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം തണുപ്പാറിയതിന് ശേഷം മാത്രം എണ്ണയിലോട്ട് ഇട്ടങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ഇരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഓരോ പീസും ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട്, അതായത് എക്സസ് ആയിട്ടുള്ള പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ഓരോ പീസും ജസ്റ്റ് ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ചൂട് ഒരിക്കലും കൂടാൻ പാടില്ല. ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളർ വരും. പക്ഷെ ഉള്ളിൽ അങ്ങ് ചിക്കൻ വേവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3 പീസ് അറ്റ് എ ടൈം ഇടുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കിത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിടാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ പീസ് അങ്ങ് തിരിച്ചിടാം. ഇനി ഞാൻ പറഞ്ഞ പോലെ മീഡിയം തീയിൽ. ഇപ്പോൾ ഞാനിവിടെ എനിക്ക് 1 മുതൽ 6 വരെയാണ് എൻ്റെ ഈ നോബിൻ്റെ നമ്പേഴ്സ്. അപ്പോൾ ഞാൻ 3-ലാണ് ഇട്ടിരിക്കുന്നത്. അതായത് കറക്റ്റ് മിഡിലിൽ, അതായത് കറക്റ്റ് മീഡിയം തീയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഗോൾഡൻ കളർ വരുന്ന വരെ കുക്കായിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നന്നായി കുക്കായിട്ടുണ്ടാവും. പിന്നെ അവസാന സമയത്ത് ഇവിടെ എടുക്കുന്നതിനേക്കാളും മുൻപായിട്ട് ഒരു പീസ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കണം. അത് കുക്കായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബാക്കിയെല്ലാം റിമൂവ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നല്ലൊരു വാസനയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ആവാറായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒരു കളർ വരാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തിരിച്ചും മറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു പീസ് എടുത്തിട്ടങ്ങ് മുറിച്ച് നോക്കണം. അപ്പോൾ ശരിക്കും അറിയാൻ പറ്റും. ഇനി എടുക്കാറാവുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കണം. മീഡിയത്തിൽ നിന്ന് ഹൈയിലോട്ട് ആക്കിയതിന് ശേഷം മാത്രം 1 മിനിറ്റ് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അങ്ങ് പിന്നെ കോരിയെടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ അതിലോട്ടങ്ങ് പിടിക്കില്ല. പിന്നെ ചിലർ ഡബിൾ ഫ്രൈ ചെയ്യാറുണ്ട്. ഞാൻ സാധാരണ രീതിയിൽ ഡബിൾ ഫ്രൈ ചെയ്യാറില്ല. ഡബിൾ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നല്ലതായിട്ട് ചൂടാക്കുക. എണ്ണ നല്ല തിളയ്ക്കുന്ന ചൂടെന്ന് പറയില്ലേ, ചൂടായിരിക്കുന്ന സമയത്ത് ഈ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന പീസസ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് അങ്ങ് കോരിയെടുക്കുക. അതാണ് ഡബിൾ ഫ്രൈ എന്ന് പറയുന്നത്. പക്ഷേ ഞാനത് എപ്പോഴും ഫോളോ ചെയ്യാറില്ല. എനിക്കതിൻ്റെ ആവശ്യം തോന്നാറില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സംഭവം ക്രിസ്പി ആയിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 13 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലോട്ട് ഇടുക. 1 മിനിറ്റ് ആ ഹൈ ഫ്ലെയിമിലൊന്ന് നന്നായിട്ടങ്ങ് ഫ്രൈ ആവട്ടെ. അതിനുശേഷം നമുക്കിതങ്ങ് കോരിയെടുക്കുക. അപ്പോഴേക്കും നല്ലൊരു കളറും നന്നായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഒട്ടും തന്നെ എണ്ണ ഇതിൽ പിടിക്കില്ല. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴുണ്ടല്ലോ കുറച്ചും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് റവയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് മാറി കേട്ടോ. അപ്പോൾ പക്ഷേ ജാന് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ റവ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എടുക്കാറായിട്ടുണ്ട്. 1 മിനിറ്റോളം ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരി വെക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അങ്ങ് പോകും. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു പീസ് എടുത്തിട്ട്
മുറിച്ച് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ എനിക്കറിയാവുന്ന കുക്കായിട്ടുണ്ടെന്ന്, കാരണം ഞാനിപ്പോൾ ഇത് സ്ഥിരം ചെയ്യുന്ന കാരണം ഏകദേശം നമുക്ക് കുക്കിംഗ് ടൈം അറിയാമല്ലോ, പിന്നെ കാണുമ്പോഴും അറിയാം. പിന്നെ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിരിക്കുന്ന കാരണം സമയം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്തിരിക്കുന്നത്, അപ്പോൾ നന്നായി ഉള്ളിൽ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ തന്നെ വീണ്ടും തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത പീസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അടുത്തൊന്ന് ഈ പറഞ്ഞ പോലെ 3-4 പീസ് മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ പാത്രമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രമാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാത്രത്തിലാണെങ്കിൽ, കുഴിയുള്ള പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ അധികം എണ്ണ വേണ്ട. ഒരുപാട് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും എണ്ണ ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് അടുത്ത പീസ് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് ബാച്ച് വറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വറുത്ത് വരുമ്പോൾ ഈ എണ്ണയിൽ ഇങ്ങനെ കുറേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്രംസ് ഒക്കെ വീണിട്ട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എണ്ണ റീയൂസ് തന്നെ ചെയ്തിരിക്കുന്നത്, പുതിയ എണ്ണ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പക്ഷേ അതേസമയം നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ഫ്രൈ ചെയ്തിട്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇത് എണ്ണ കളഞ്ഞതിന് ശേഷം പുതിയ എണ്ണയിൽ ഇതേപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണേ. അപ്പോൾ ലാസ്റ്റ് ബാച്ചും കൂടെ ഞാനിതങ്ങ് ഫ്രൈ ചെയ്യാൻ പോവാണ്. 14 കഷ്ണവും ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കഷ്ണം മുറിച്ച് നോക്കിയപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ മറക്കരുത്. കോൾസ്ലോ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ബണ്ണും ഒക്കെ കുഴിച്ചിട്ടാണ്, എന്നിട്ടാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടത്. അതിനുശേഷം ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം കൊണ്ടുവരാം. പക്ഷേ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിത് കഴിക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ വന്നതിന് ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, കാരണം ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇതാ അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിള്ളേരൊന്നും ഇല്ലാത്തവരെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താ ഒടിയുന്നുണ്ടോ? ഇതിപ്പോൾ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എണ്ണയുടെ ചൂട് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ കോമ്പിനേഷനായിട്ട് കോൾസ്ലോൺ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ബണ്ണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കോൾസ്ലോ ആയിരിക്കും മിക്കവാറും കുട്ടികൾക്ക് ഇഷ്ടം. അതല്ലെങ്കിൽ വെറുതെ മയോണൈസ് കുട്ടിയും കഴിക്കാൻ പറ്റും. അപ്പോൾ KFC ചിക്കനായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. അത് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇത് നമ്മുടെ വീണാസ് കറിവേൽ സ്പെഷ്യൽ ബ്രോസ്റ്റഡ് ചിക്കൻ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി വീഡിയോ കാണാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. തറയിലിരുന്ന് കഴിക്കുന്നു. സ്റ്റോറി ആയിട്ട് കൊടുത്താലോ എന്നല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ജാൻ ചേട്ടൻ, തറയിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ജാൻ ചേട്ടൻ. ഞാൻ തറയിലിരുത്തിയതല്ല കേട്ടോ, ജാൻ ചേട്ടൻ സ്വമേധയാ തറയിലിരുന്നതാണ്. അപ്പൊ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ എന്നാണ് പുള്ളിക്കാരന്റെ തിയറി. And then you realize the Spider-Man. You're Spider-Man. Wow, I'm Spider-Man. I'm Spider-Man. I'm the Spider-Man fan. I'm Spider-Man. You are Spider-Man? No. Kannu. I have glasses.